Hey, this is Ashwin and welcome back to another video of this Python tutorial series. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിനകത്തെ ഊപ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അണ്ടറിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പോളിമോർഫിസം എന്ന് പറയും. അപ്പോൾ ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു നെയിമിന് ഒരു പെർട്ടിക്കുലർ നെയിമിൽ നമ്മൾ എന്തെങ്കിലും ഡിഫൈൻ ചെയ്ത് വെക്കും. അതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേരിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ മെത്തേഡ് ഏത് ക്ലാസ്സിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് അത് ഡിഫറെൻറ്റ് രീതിയിൽ ബിഹേവ് ചെയ്തെന്നിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ആ മെത്തേഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ ഇല്ലേ, ആ പാരാമീറ്ററിന്റെ ഡാറ്റ ടൈപ്പിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇതിനെയാണ്, അതായത് ഒരേ പേരിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിൽ അത് ബിഹേവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാവുക നമ്മൾ കോഡിങ്ങിലൂടെ തന്നെ ട്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഞാൻ ഡോഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അതിനകത്ത് ഞാൻ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ സെൽഫ് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഡോഗിന്റെ സൗണ്ട് എന്താണ്, ബാർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും വരെ ഓക്കെയാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇനി വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ്സിന്റെ പേര് നമ്മൾ ക്യാറ്റ് എന്ന് കൊടുത്തു. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ക്യാറ്റിന്റെ സൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, മിയാവോ എന്നുള്ളതായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, ക്ലാസ് ഡോഗ് എന്ന് പറയുന്നതിനകത്ത് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ക്യാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലും അതേ പേരിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് ഒരേ പേരിലുള്ള മെത്തേഡ് പക്ഷേങ്കിൽ അത് ഡിഫറെന്റ് ക്ലാസ്സസിലായതിന്റെ പേരിൽ ആ ഡിഫറെന്റ് ഡെഫിനിഷൻ ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് ഏത് ക്ലാസ്സിലെ മെത്തേഡിനെയാണ് നമ്മൾ വിളിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ മെത്തേഡ് ബിഹേവ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ഡോഗ് എന്ന് പറയുന്ന മെത്തേഡിന്റെ, ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലെ സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡിനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ തൽക്കാലം DSI എന്ന് കൊടുത്തിട്ട് ഡോഗിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഈ ഡി ഡോട്ട് സൗണ്ട് എന്ന് ഞാൻ കോൾ ചെയ്തു. ഡി ഡോട്ട് സൗണ്ട് എന്ന് കോൾ ചെയ്തിട്ട് കോഡ് ഒന്ന് റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ബാർക്ക് എന്നുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലെ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, CSI എന്ന് കൊടുത്തിട്ട് ക്യാറ്റ് എന്ന് പറയുന്നതിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ C ഡോട്ട് സൗണ്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് സൗണ്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, ഏത് സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഈ സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിനെ ഒന്ന് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ക്യാറ്റിന്റെ സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാറ്റിന്റെ സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് വർക്ക് ചെയ്തതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ ഡോഗിന്റെ ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്ത സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമോർഫിസം വിത്ത് ക്ലാസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി പോളിമോർഫിസം വിത്ത് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ ഇൻഹെറിറ്റൻസിന്റെ വീഡിയോയ്ക്കകത്ത് മെത്തേഡ് ഓവർ റൈഡിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. മെത്തേഡ് ഓവർ റൈഡിങ് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ്സ് എ ക്ലാസ് എ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഞാൻ ലെറ്റ്സ് ഓക്കെ ഷോ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ സെൽഫ് പാസ് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്ത് ഞാനൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ദിസ് ഈസ് ക്ലാസ് എ എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്യുന്നു. ഇത്രയും വരെ ഓക്കെ. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണേ, ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുള്ളിൽ ഞാൻ ഈ സെയിം ഫംഗ്ഷൻ, ഈ സെയിം പേരിൽ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ബി എന്നുള്ളതായിരിക്കും. ഇനി പ്രശ്നം വരുന്ന എവിടെയാണ്, നമ്മൾ ഇതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിന് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഇപ്പോൾ OBJ_B എന്നുള്ള രീതിയിൽ ഞാൻ ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഷോ മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് മെത്തേഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഈ ഷോ മെത്തേഡ് ആയിരിക്കോ ഈ ഷോ മെത്തേഡ് ആയിരിക്കോ? അതിന്റെ കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണ്, ബി എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഡോട്ട് ഷോ എന്ന് വിളിക്കുമ്പോൾ ആക്ച്വലി ഇതിനും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ മെത്തേഡ്സിനെ ആട്രിബ്യൂട്ട്സിനെയും നമുക്ക് ഈ ഒബ്ജക്റ്റ് ബി യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നിടത്ത് ഈ ഷോ ആയിരിക്കോ വർക്ക് ആവുന്നത് അതോ ഈ ഷോ ആയിരിക്കോ വർക്ക് ആവുന്നത്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബിക്കകത്ത് ആ ഒരു ഷോ എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക. കാരണം മെത്തേഡ് ഓവർ റൈഡിങ് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോ എന്ന് പറയുന്ന മെത്തേഡിനെ ബിന്റെ ആ ഒരു ഷോ എന്ന് പറയുന്ന മെത്തേഡ് ഓവർ റൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ദിസ് ഈസ് ക്ലാസ് ബി എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക.
ഇനി പറയാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ബിൽഡ് ഇൻ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഈ ബിൽഡ് ഇൻ പോളിമോർഫിസത്തിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടില്ലേ, നമ്മുടെ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരുപാട് ഇടത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ലെൻ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇൻപുട്ട് ആയിട്ട് എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. ഇപ്പോൾ സ്ട്രിംഗ് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണ്ടില്ലേ, ലിസ്റ്റ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് പാസ് ചെയ്താലും വർക്ക് ചെയ്തോളും. ഈ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ടപ്പിൾ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ടപ്പിൾ പാസ് ചെയ്താലും അത് വർക്ക് ചെയ്തോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു തവണ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെങ്കിൽ അത് ഒരു തവണ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിനനുസരിച്ച് വേണം അത് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വരുമ്പോഴത്തേനും എന്ത് ടൈപ്പ് ഡാറ്റ കൊടുത്താലും അതിന്റെ ലെങ്ത് കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് പോകുന്ന ഡാറ്റ ടൈപ്പിനനുസരിച്ച് അതിന്റെ ബിഹേവിയർ മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ബിൽഡ് ഇൻ ഫംഗ്ഷൻസിനകത്തുള്ള പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് 5 വന്നിട്ടുണ്ട്. അതൊരു സ്ട്രിങ് ആയിരുന്നു ലെങ്ത്തിൽ കൊടുത്തത്, ഒരു കുഴപ്പമില്ല, അതിന്റെ ലെങ്ത് കിട്ടി. പിന്നീട് നമ്മളൊരു ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റിന് അത് എത്ര ഐറ്റം ഉണ്ട്? 3 ഐറ്റം ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു ടപ്പിൾ പാസ് ചെയ്തു. അതിനകത്ത് 3 ഐറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു കുഴപ്പമില്ല, അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ആ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പോലെ തന്നെയാണ് നമ്മുടെ മാക്സ്, അതുപോലെ തന്നെ മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചിട്ടില്ലേ? മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാക്സിമത്തിനെ തരും എന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ ഞാൻ ലിസ്റ്റ് പാസ് ചെയ്തു. അതിനകത്തെ മാക്സിമം എലമെന്റ് ഏതാണോ അതെനിക്ക് റിട്ടേൺ ആയിട്ട് തരും. ഉണ്ടല്ലേ? ഇതിനകത്തെ മാക്സിമം എലമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ലിസ്റ്റിന്റെ കേസിൽ വരുമ്പോൾ 3 ആയിരുന്നു. ഈ പറയുന്ന ടപ്പിളിനകത്ത് വരുമ്പോഴത്തേനും അത് 30 ആയിരുന്നു. 30 ആയതിന്റെ പേരിൽ നമുക്ക് 30 എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിന് റിട്ടേൺ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം അകത്ത് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ഏതാണോ അതൊന്നും ബോധർ ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് തരുന്നുണ്ട്. ഇതാണ് ബിൽഡ് ഇൻ മെത്തേഡ്സിനകത്ത് വരുന്ന പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നോർമലി 10+20 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? 30 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരിക. ഈ 10+20 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ ഓപ്പറേഷൻ ആണ് അവിടെ ബേസിക്കലി പെർഫോം ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ഇതാണ്. ഈ അഡീഷന് വേണ്ടിയിട്ടുള്ള ഇത് പ്ലസ് സിമ്പിൾ അല്ലേ, ആ ഒരു ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ഓപ്പറേറ്റർ ഞാൻ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്തു. ഈ തൊട്ട് താഴെ കണ്ടില്ലേ, ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം ഞാൻ പ്ലസ് എന്ന് കൊടുത്തിട്ട് വേൾഡ് എന്ന് കൊടുത്തു. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ സ്ട്രിങ് കൺകാറ്റിനേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. സ്ട്രിങ് കൺകാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, 2 സ്ട്രിങ്സിനെ കൂട്ടിച്ചേർത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെന്റ് ഓപ്പറേഷൻ ആണ് സ്ട്രിങ്സിന്റെ കേസിൽ ബിഹേവ് ചെയ്തത്. ഓക്കെ, ലിസ്റ്റിന്റെ കേസിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ 2 സൈഡിലും ഒരു ലിസ്റ്റ് വെച്ചിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ലിസ്റ്റിനെ തമ്മിൽ മെർജ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതായത് ഇപ്പോൾ ഇവിടെ 1 2 എന്ന് പറയുന്ന ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇവിടെ 3 4 എന്ന് പറയുന്ന ലിസ്റ്റ് അല്ലേ ഉണ്ടായിരിക്കുക. നമുക്ക് ഇതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് 1 2 3 4 എന്ന് അത്രയും എലമെന്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓപ്പറന്റ് ഏതാണോ ഉള്ളത്, ഓപ്പറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റേഴ്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഇല്ലേ, അതിനാണ് നമ്മൾ ഓപ്പറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്പറന്റിന്റെ ഡാറ്റ ടൈപ്പിനനുസരിച്ച് ഈ ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷനാലിറ്റി മാറി. ഓക്കെ, അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? സെയിം ഓപ്പറേറ്റർ പക്ഷെങ്കിൽ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി വന്നു. അപ്പൊ അവിടെ നമുക്ക് പോളിമോർഫിസം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഓപ്പറേറ്ററിനകത്ത് വരുന്ന പോളിമോർഫിസം നമ്മുടെ പൈത്തണിനകത്ത് പറയുമ്പോൾ. അപ്പൊ ഇവിടെ വരുമ്പോൾ അഡീഷൻ പെർഫോം ചെയ്യും, ഇവിടെ വരുമ്പോൾ കൺകാറ്റിനേഷൻ പെർഫോം ചെയ്യും, ഇവിടെ വരുമ്പോൾ ലിസ്റ്റിനെ മെർജ് ചെയ്തു. അപ്പൊ ഈ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു സെയിം ഓപ്പറേറ്ററിന് ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് അവിടുത്തെ പോളിമോർഫിസത്തിനകത്ത് വന്നത്. കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ 30 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ഈ ഹലോ വേൾഡ് എന്നുള്ളത് ഒറ്റ സ്ട്രിങ് ആക്കി കൺകാറ്റിനേറ്റ് ചെയ്തതിനു ശേഷമാണ് ഔട്ട്പുട്ട് വന്നത്. ഇവിടെ കണ്ടില്ലേ 1 2 3 4 എന്ന് പറയുന്നത് ഈ 2 ലിസ്റ്റിനെയും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പൈത്തനകത്ത് പോളിമോർഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So that's it for today's video. I hope you guys enjoyed learning. See you in the next video. Until then, bye.